ഞാൻ സെൻറ്റ് സേവിയർസ് കോളേജ് പഠിച്ചു തുമ്പ. അപ്പോൾ അന്ന് കരിമുകിൽക്കാട്ടിൽ ഇറങ്ങിയ സമയം. അപ്പോൾ ആ പാട്ട് മത്സരത്തിന് വെച്ചു. അത് നമ്മുടെ ലൈറ്റ് മ്യൂസിക് കോമ്പറ്റീഷൻ. എല്ലാവരും പാടുന്നത് കരിമുകിൽക്കാട്ടില്ല. അപ്പോഴത്തേക്ക് ഞങ്ങളുടെ സാറ് പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങൾ യുഗ്മകനായിട്ട് പാടാൻ പറഞ്ഞത്. യുഗ്മ അല്ല, കൊമ്പിനെ എല്ലാവരും കൂടെ ചേർന്ന് പാടി. അപ്പോൾ മധുമാസ ചന്ദ്രലേഖ മടങ്ങുന്നു പള്ളിത്തേരിൽ, അതാണ് പാടേണ്ടത്. ഒരുത്തൻ തെറ്റി, അവൻ ചക്രവാളമാകെ നിൻ്റെ എന്ന് പാടി. അവസാനം പാടി വന്നപ്പോഴത്തെ ചക്കുമാസ ചന്ദ്രലേഖ കൂവി ഓടിച്ചില്ല. എനിക്ക് സുപ്രഭാതത്തിൽ എനിക്ക് പറ്റിയ മാതിരി അച്ഛൻ്റെ പാട്ടിൽ ഓമാനിൽ വെച്ചിട്ടാണ് ഒരു പ്രോഗ്രാമിന് ഞാൻ പാടിക്കൊണ്ടിരിക്കുമ്പോൾ നിന്റെ നീലവാർമൂടി ചുരുളിൻ്റെ അറ്റത്ത് ഞാൻ എൻ്റെ മുറി കൂടി പണിച്ചോട്ടെ എന്ന്. അപ്പോൾ അതെ സാറ് ഞാൻ വിചാരിച്ചു അബദ്ധം പറ്റി ഉണ്ടാണ്ടിരിക്കാൻ പറ്റുമെന്ന്. നമുക്ക് സാറേ ഈ തലയിൽ എങ്ങനെ മുറി പണി, അത് നമ്മുടെ അടുത്ത് വിളവ് വേണ്ട പറഞ്ഞു. സംഭവം ഉണ്ടായിരുന്നു. അത് ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. ദാസേട്ടന് പാടാൻ വെച്ചിരുന്ന പാട്ടാണോ അത്? അതങ്ങനെയല്ല. ആ കാലത്ത് ഓഫ്കോഴ്സ് അത് MS V സാറും അദ്ദേഹമായിട്ട് ചെറിയൊരു ഇതുണ്ടായിരുന്നു. അതുകൊണ്ട് കിട്ടിയതാവാൻ സാധ്യതയുണ്ട്. അതെയല്ലേ? അങ്ങനെ ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. എനിക്ക് അതിലൊരു വലിയൊരു കഥയുണ്ട്. അത് MS V സാറിനെ വെച്ചപ്പോൾ ഞാൻ ദേവരാം മാസ്റ്ററോട് ചോദിച്ചു, മറ്റങ്ങനെ സേതുമാധവൻ്റെ ചിത്രത്തിൽ നിന്ന് സാറിനെ മാറ്റി. അവിടെ നീ അതിൻ്റെ കാര്യമൊന്നും ആവശ്യമൊന്നുമില്ല, നീ ആരെയും മാറ്റി, നീ നിൻ്റെ ഡ്യൂട്ടി തന്നെ, നീ പാടിയാൽ മതി. അപ്പം ഞാൻ MS V സാറിനെ മാറ്റിയില്ലോ എന്നൊരു ദുഃഖം പറഞ്ഞു പോയതാണ്. പുള്ളി ചൂടാ, നീ അതൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല, നീ MS V ആരാ, നിൻ്റെ ഡ്യൂട്ടി തന്നെ, നീ പാടുക, പണം മേടിച്ച് പോവുക, നീ ആരാ മ്യൂസിക് ചെയ്യണേ, സംഗീത പാട്ട് എഴുതുക, ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല. ആ പുള്ളിയുടെ മെത്തേഡ് അതാണ്. അപ്പം അങ്ങനെയായിരുന്നു ആ പാട്ട് കണ്ണൂർ തുള്ളിയെ MS V സാറ് പാടിയിട്ട് ഇത് അങ്ങനെ ആയിരിക്കാം ഒരു വീട്ട് യേശുദാസായിട്ടുള്ള പ്രശ്നം കൊണ്ട് എനിക്ക് നന്നായിരിക്കാം, അങ്ങനെ ആയിരിക്കാം. അത് എനിക്ക് ഭയങ്കര ഭാഗ്യമായി ആ പാട്ട് കിട്ടിയത്. സ്റ്റേറ്റ് അവാർഡും കിട്ടി, ഒരിക്കലും മറക്കാത്തൊരു പാട്ട് കിട്ടിയില്ലേ. അത് MS V സാറിൻ്റെ ഓഫ്കോഴ്സ്. പിന്നെ ഈ പാട്ടിന് വേറൊന്ന് പറയാൻ, ഒരു കാര്യം കൂടി പറയാൻ, വളരെ ഓരോന്നും ഇപ്പോഴാണ് ഓർമ്മ വരുന്നത്. ദേവരാം മാസ്റ്റർ പറഞ്ഞു, നീ പാടിയ നല്ല മലയാള ഗാനങ്ങളിൽ ഒന്നാണടാ ഇത്, അത് വേറൊരു നാഷണൽ അവാർഡ്. സത്യം ഇപ്പോഴും പറയും, സുപ്രഭാതമേ അതിൻ്റെ പറയും വരികൾ നിൻ്റെ മലയാളം നീ പാടിയ നല്ല ചിത്രങ്ങൾ എഴുതി വെച്ചോ, നീ എഴുതി വെച്ചോ, ഞാൻ പറഞ്ഞു ഇന്ന ദിവസം പറഞ്ഞു. അത് അതൊക്കെ മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. പിന്നെ സുപ്രഭാതം ആ പാട്ടിന് വേറൊരു കാര്യമുണ്ട്. സുപ്രഭാതം പാട്ട് പാടി റെക്കോർഡ് ചെയ്ത് ചെന്നപ്പോഴാണ് ഞാൻ പെണ്ണ് കാണാൻ പോയത് കല്യാണത്തിന്. അപ്പം എൻ്റെ ഭാര്യയെ കാണാൻ പോയി സുപ്രഭാതം ഞാൻ പറയാം, നീലവാർമൂടി ചുരുളിനെറ്റൊരു പൂ ചൂടിച്ചു. ഞാൻ ഫസ്റ്റ് സ്റ്റേറ്റ് അവാർഡ് എൻ്റെ വിവാഹം കഴിഞ്ഞിട്ടാണ്. ആ ക്രെഡിറ്റ് എൻ്റെ ഭാര്യയ്ക്കാണ്. ഫസ്റ്റ് സ്റ്റേറ്റ് അവാർഡല്ലേ. അതെ അതെ.